നമ്മൾ കുറച്ച് കാലങ്ങളായിട്ട് കാത്തിരുന്ന ആ ദിവസം വന്നു. നീറ്റിൻ്റെ അഡ്മിറ്റ് കാർഡ് നമുക്ക് അവൈലബിൾ ആയിരിക്കുകയാണ്. സോ നീറ്റിൻ്റെ അഡ്മിറ്റ് കാർഡിൽ ഒരുപാട് ഡീറ്റെയിൽസ് കഴിഞ്ഞ വർഷങ്ങളില്ലാത്ത കുറേയധികം വ്യത്യാസങ്ങളുണ്ട്. വളരെയധികം ശ്രദ്ധിച്ച് വേണം നോക്കാൻ വേണ്ടിയിട്ട്. ആ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ NTA ഒഫീഷ്യൽ വെബ്സൈറ്റ് nta.nic.in എന്നുള്ള വെബ്സൈറ്റിൽ കയറുക. ആ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾ ഏകദേശം ഇങ്ങനത്തെ ഒരു സ്ക്രീൻ ആയിരിക്കും കാണുക. അതിനകത്ത് നമ്മൾ കൊടുക്കേണ്ട 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന്, നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ. നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് അന്ന് നമ്മൾ ഓർത്ത് വെച്ച എഴുതി വെച്ചിട്ടുള്ള നമ്പർ കൊടുക്കുക, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, അതിനുശേഷം സെക്യൂരിറ്റി പിൻ കൊടുക്കുക. സെക്യൂരിറ്റി പിൻ അതിന് തൊട്ട് താഴെയായിട്ട് കൊടുത്തിട്ടുണ്ടാവും. ആ സെക്യൂരിറ്റി പിൻ എന്താണോ അതവിടെ കൊടുത്ത് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡായി വരും. ആൻഡ് നമ്മുടെ ഡോപ്പയിലുള്ള ഒരു സ്റ്റുഡൻറ്റിൻ്റെ അവരുടെ പെർമിഷനോട് കൂടിയിട്ട് തന്നെ ഒരു അഡ്മിറ്റ് കാർഡ് ഞാനിവിടെ യൂസ് ചെയ്യുകയാണ്. പേഴ്സണൽ ഡേറ്റകൾക്കല്ല ഇവിടെ പ്രാധാന്യം. ഇതിൻ്റെ എന്തെല്ലാം കാര്യങ്ങളാണുള്ളതെന്ന് നമ്മുടെ അഡ്മിറ്റ് കാർഡിന് പ്രധാനമായിട്ടും 4 പേജുകളാണുള്ളത്. സോ നമുക്ക് പേജ് ബൈ പേജ് എന്തെല്ലാം കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യം നോക്കാം. സോ ഒന്നാമത്തെ ഏരിയയിൽ ഫസ്റ്റ് ആദ്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ഒരു സ്പെസിഫിക് റോൾ നമ്പർ അവർ തന്നിട്ടുണ്ടാകും. 10 അക്കമുള്ള ഒരു റോൾ നമ്പറാണ്. ഈ 10 അക്കമുള്ള റോൾ നമ്പറാണ് നിങ്ങൾ എക്സാമിൻ്റെ OMR ഷീറ്റിൽ ആദ്യമായി കൊടുക്കേണ്ടത്. സോ ഇതവിടെ ഉണ്ടാകും. നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ട്. ഫാദേഴ്സ് നെയിം, കാൻഡിഡേറ്റ് നെയിം, കാൻഡിഡേറ്റിൻ്റെ ഫാദേഴ്സ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, കാറ്റഗറി, ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ സ്ക്രൈബ്, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് കൊടുത്തിട്ടുണ്ടാകും. ആൻഡ് ആപ്ലിക്കേഷൻ സമയത്ത് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള കാൻഡിഡേറ്റിൻ്റെ സിഗ്നേച്ചർ കൊടുത്തിട്ടുണ്ടാകും. സോ ഇത്തരം കാര്യങ്ങളാണ് പേഴ്സണൽ ഡേറ്റ അനത്തിൽ അവിടെ നമുക്ക് കിട്ടുന്നുണ്ടാവുക. ആൻഡ് അതിനുശേഷം ടെസ്റ്റിൻ്റെ ഡീറ്റെയിൽസ്. ഇവിടെ നിങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ. നമുക്കറിയാം 12-ാം തീയതി സൺഡേ തന്നെയാണ്. ആൻഡ് ഇവിടെ നമ്മൾ ആ എക്സാം സെൻറ്ററിലേക്ക് റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങാവുന്ന സമയം ഏറ്റവും ഏർലിങ്കിൽ നമുക്ക് മോർണിംഗ് 11 മണി മുതൽ 1:30 വരെയാണ് നമ്മൾ റിപ്പോർട്ടിംഗ് ടൈം ഉണ്ടാവുക. 11 മണി മുതൽ 1:30 വരെയാണ്. ഒരു ഉപദേശം ഞാൻ ഇപ്പോഴേ തരാം. കാരണം 11 മണിക്ക് റിപ്പോർട്ട് ചെയ്യണം എന്ന് വിചാരിച്ച് ആരും പോയി 11 മണിക്ക് എക്സാം ഹാളിൽ കയറാൻ നിൽക്കണ്ട. നിങ്ങൾ കയറേണ്ടത് 1 മണിക്കോ 1:30 അടുത്ത സമയത്തോ മാത്രം മതി. ഭക്ഷണമെല്ലാം കഴിച്ച് ഫുൾ എനർജറ്റിക് ആയി 1:30 അടുപ്പിച്ച സമയത്ത് നിങ്ങൾ അങ്ങോട്ട് ചെന്നാൽ മതി. എക്സെപ്റ്റ് കസ്റ്റമറി ഡ്രസ്സ് ഇടുന്ന ആളുകൾ, കസ്റ്റമറി ഡ്രസ്സുകൾ, മുസ്ലിങ്ങളിൽ പർദ്ദ അല്ലെങ്കിൽ കന്യാസ്ത്രീകൾ, അങ്ങനെയുള്ള ആളുകളൊക്കെ റിലീജിയസ് ആയി കസ്റ്റമറി ഡ്രസ്സ് ഇടുന്ന ആളുകളാണെങ്കിൽ 1 മണിക്കൂർ മുന്നേ മിനിമം 12:30-ക്കെങ്കിലും കയറണം. അല്ലാത്തവർക്ക് എല്ലാവർക്കും 1:30 വരെ എൻട്രി ടൈം ഉണ്ട്. സോ അതിനോട് അടുപ്പിച്ച് മാത്രം എക്സാം ഹാളിൽ എൻ്റർ ചെയ്താൽ മതിയാകും. ആൻഡ് ടൈമിംഗ് ഓഫ് ടെസ്റ്റ് നമുക്കറിയാം 2 മണി മുതൽ 5 മണി വരെയാണ്. ആൻഡ് ടെസ്റ്റ് സെൻറ്റർ, അടുത്തത് നിങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ടെസ്റ്റ് സെൻറ്റർ. ടെസ്റ്റ് സെൻറ്റർ, നിങ്ങളുടെ ടെസ്റ്റ് സെൻറ്ററിൻ്റെ പേര് എന്തായിരിക്കും അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അഡ്രസ്സും വളരെ കൃത്യമായി ഇവിടെ കൊടുത്തിട്ടുണ്ടാകും. ഏറ്റവും പ്രത്യേകതയുള്ള കാര്യം, ഈ ടെസ്റ്റ് സെൻറ്റർ എവിടെയായിരിക്കണമെന്ന് എക്സാമിന് മുന്നേ തന്നെ, അതായത് ഈ ഒരാഴ്ചയിൽ തന്നെ നിങ്ങൾ അത് കൃത്യമായി മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ടെസ്റ്റ് സെൻറ്റർ മാറിപ്പോയ ഒട്ടനവധി വിദ്യാർത്ഥികളെ നമ്മൾക്ക് അറിയാവുന്നതാണ്. സോ കൃത്യമായിട്ട് ഏതാണ് ടെസ്റ്റ് സെൻറ്റർ എന്ന് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കുക. അതിനുശേഷമാണ് ഇത്തവണത്തെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്നായിട്ടുള്ള സെൽഫ് ഡിക്ലറേഷൻ ഫോം വരുന്നത്. ഒരുപാട് സ്ഥലങ്ങളിൽ സെൽഫ് ഡിക്ലറേഷൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ അതേപോലെ തന്നെ സെയിം സെൽഫ് ഡിക്ലറേഷനാണ് കൊടുക്കുക. അതായത് നമ്മളുടെ പേര് കൃത്യമായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്, വീട്ടുപേരും അഡ്രസ്സും കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ പേരിലുള്ള നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ COVID-19 മാർഗ്ഗനിർദ്ദേശങ്ങളെല്ലാം നമ്മൾ വായിച്ചിട്ടുണ്ട്. ആൻഡ് കഴിഞ്ഞ 14 ദിവസങ്ങൾക്കുള്ളിൽ നമ്മൾക്ക് പനി, ചുമ, ശ്വാസം മുട്ടൽ, തൊണ്ടവേദന, ബോഡി ഏക്ക്, അങ്ങനത്തെ എന്തെങ്കിലും സിംറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാത്രം അവിടെ ടിക്ക് ചെയ്യുക. ഇല്ലെങ്കിൽ അത് കാലിയായിട്ട് ഇടാവുന്നതാണ്. ആൻഡ് COVID-19 വന്ന ആരെങ്കിലും ആയിട്ട് നമ്മൾ ക്ലോസ് കോൺടാക്റ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഈ B എന്ന് പറയുന്ന സ്ഥലത്ത് ടിക്ക് ഇടേണ്ടതാണ്. ആൻഡ് ഇതൊക്കെ കോവിഡിൻ്റെ റെസ്ട്രിക്ഷൻസിന് വേണ്ടി ചെയ്യുന്നതാണ്. ആൻഡ് അങ്ങനെ ആരും ആയിട്ട് ക്ലോസ് കോൺടാക്റ്റ് വന്നിട്ട് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ക്വാറന്റൈനിലൊന്നും അല്ലെങ്കിൽ മാത്രം നമ്മൾ C എന്ന് പറയുന്ന ഈ സ്ഥലം ടിക്ക് ഇടേണ്ടതാണ്. അപ്പോൾ മിക്കവാറും എല്ലാവരും COVID-19 ആയിട്ട് ക്വാറന്റൈനിലൊന്നും അല്ലാത്ത ആളുകളുണ്ടെങ്കിൽ C ആയിരിക്കും ടിക്ക് ഇടേണ്ടി വരുന്നത്. സോ എവിടെയാണ് നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ളത് നോക്കുക. ആൻഡ് നിങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എങ്ങോട്ടെങ്കിലും ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും സിറ്റികളിലേക്ക് ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, 14 ദിവസത്തിനുള്ളിൽ സിറ്റി ചെയ്തിട്ടുണ്ടെങ്കിൽ 4 സിറ്റികൾ കൃത്യമായി അവിടെ എഴുതാനുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ ട്രാവൽ ചെയ്താൽ നിങ്ങളുടെ ഇതനുസരിച്ചിട്ട് നിങ്ങൾക്ക് അവിടെ കൊടുക്കാവുന്നതായിരിക്കും. ആൻഡ് അതിനുശേഷമാണ് ഏറ്റവും പ്രത്യേകതയുള്ള നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളുടെ ഒരു ഫോട്ടോഗ്രാഫ് നമ്മൾ അവിടെ തൊട്ടു മുകളിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള അതേ ഫോട്ടോഗ്രാഫിൻ്റെ ഒരു കോപ്പി നമ്മൾ ഇവിടെ ഒട്ടിക്കേണ്ടതുണ്ട്. ഈ ഒരു പൊസിഷനിൽ കാൻഡിഡേറ്റ്സ് ഫോട്ടോ എന്ന് പറയുന്നത് സെയിം ആസ് അപ്ലോഡഡ്, അപ്ലോഡ് ചെയ്ത അതേ സാധനം അവിടെ ഒട്ടിക്കേണ്ടതുണ്ട്. ആൻഡ്
പിന്നീട് 2 കോളങ്ങൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. 2 കോളങ്ങളുണ്ട്, ഈ ഒരു പോർഷനും ഈ ഒരു പോർഷനും. സോ ഈ 2 ഏരിയാസ് ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്യാനുള്ളതല്ല. കാൻഡിഡേറ്റിൻ്റെ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷനും കാൻഡിഡേറ്റിൻ്റെ സിഗ്നേച്ചറും ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്യാനുള്ളതല്ല. ഇത് നിങ്ങൾ എക്സാം ഹാളിനുള്ളിൽ കയറി ഇൻവിജിലേറ്ററുടെ പ്രസൻസിൽ ചെയ്യേണ്ടതാണ്. പക്ഷേ ഇവിടെ നമുക്ക് ഒരു കോളമുണ്ട്, കാൻഡിഡേറ്റിൻ്റെ പാരൻറ്റിൻ്റെ സിഗ്നേച്ചർ എന്ന് പറഞ്ഞിട്ട്. ഈ സിഗ്നേച്ചർ നിങ്ങൾ വീട്ടിൽ നിന്ന് ഇടണം. സോ വീട്ടിൽ നിന്ന് 2 കാര്യങ്ങളാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. ഒന്ന്, നിങ്ങളുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ സെയിം ആസ് അപ്ലോഡഡ് അവിടെ ഒട്ടിക്കണം. ഈ ഫോട്ടോയുടെ സ്ഥാനത്ത് പേരൻറ്റിൻ്റെ സിഗ്നേച്ചർ ഇടണം. നിങ്ങളുടെ തമ്പ് ഇംപ്രഷനും നിങ്ങളുടെ സിഗ്നേച്ചറും ഇൻവിജിലേറ്ററുടെ പ്രസൻസിൽ എക്സാം ഹാളിനുള്ളിൽ നിന്നാണ് ഇടേണ്ടത്. വളരെയധികം ശ്രദ്ധിക്കുക. അതിനുശേഷം രണ്ടാമത്തെ പേജ് നമ്മുടെ പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ ഒട്ടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമ്മളെല്ലാവരും എടുത്തു വെച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. 4 ഇഞ്ച് ഇൻറ്റു 6 ഇഞ്ച്, 4 ഇഞ്ച് വീതിയും 6 ഇഞ്ച് ഉയരവുമുള്ള പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ ആണ്. ആ ഫോട്ടോ നമ്മൾ ഒട്ടിക്കേണ്ട കൃത്യമായ പേജാണിത്. സോ നമ്മൾ പേജ് 1ഉം പേജ് 2ഉം കൃത്യമായി കളർ പ്രിൻ്റ് തന്നെ എടുത്ത് വെക്കേണ്ടതുണ്ട്. അതിനകത്ത് നമുക്ക് ഈ പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ ഒട്ടിക്കുക. പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ ഒട്ടിച്ചതിന് ശേഷം അതിന് കുറച്ച് താഴെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിനകത്ത് നമ്മൾ പറയാം, പോസ്റ്റ് കാർഡ് സൈസിൻ്റെ മുകളിൽ സൈൻ ചെയ്യേണ്ടതുണ്ട്. എപ്പോഴാണ് സൈൻ ചെയ്യേണ്ടത്? എക്സാം സെൻറ്ററിൻ്റെ ഉള്ളിൽ നിന്നാണ് സൈൻ ചെയ്യേണ്ടത്. അതുകൊണ്ട് ഇപ്പോൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ലെഫ്റ്റ് സൈഡിൽ കാൻഡിഡേറ്റിൻ്റെ, അതായത് ഈ സൈഡിൽ കാൻഡിഡേറ്റിൻ്റെ ഇങ്ങനെ ഫോട്ടോയ്ക്കും പേപ്പറിനും ഇടയിലും റൈറ്റ് സൈഡിൽ നമ്മളുടെ ഇൻവിജിലേറ്ററുടെ സിഗ്നേച്ചറും ഇടേണ്ടതുണ്ട്. ഈ സിഗ്നേച്ചർ എക്സാം ഹാളിൻ്റെ ഉള്ളിൽ നിന്നാണ് ഇടേണ്ടത്, പുറത്തു നിന്നല്ല. ആൻഡ് തൊട്ട് താഴെ നമുക്ക് സിഗ്നേച്ചർ ഓഫ് ഇൻവിജിലേറ്റർ ആൻഡ് കാൻഡിഡേറ്റിൻ്റെ സിഗ്നേച്ചർ ഇടാനുണ്ട്. ഇതും എവിടെ നിന്നാണ് ഇടേണ്ടത്? എക്സാം ഹാളിൻ്റെ ഉള്ളിൽ നിന്നാണ്, പുറത്തു നിന്നല്ല എന്നുള്ള കാര്യം ഓർപ്പിക്കുക. സോ വീട്ടിൽ നിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ 3 എണ്ണമാണ്. ഒന്നാമത്തെയും രണ്ടാമത്തെയും പേജ് പ്രിൻ്റ് എടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ആൻഡ് അതിനുശേഷം നമുക്ക് ചെയ്യാനുള്ളത് നമ്മളുടെ ഈ സെൽഫ് ഡിക്ലറേഷൻ ഭാഗങ്ങൾ, ഈ ഭാഗങ്ങളിൽ നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ടിക്ക് ഇടുക എന്നുള്ള കാര്യങ്ങൾ ചെയ്യണം. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഈ ഒരു ഭാഗത്ത് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒട്ടിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, പേരൻറ്റിൻ്റെ സിഗ്നേച്ചർ വാങ്ങുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം. ആൻഡ് 4ാമത്തെ കാര്യം, നമ്മളുടെ പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ ഇവിടെ ഒട്ടിക്കുക എന്നുള്ളതാണ്. സോ ഈ 4 കാര്യങ്ങൾ ചെയ്യുക. കാൻഡിഡേറ്റിൻ്റെ സിഗ്നേച്ചർ, കാൻഡിഡേറ്റിൻ്റെ തമ്പ് ഇംപ്രഷൻ കാര്യങ്ങളെല്ലാം എവിടെ നിന്ന് ഇടണം? നിങ്ങൾ എക്സാം ഹാളിനകത്ത് കയറിയതിന് ശേഷം ഇൻവിജിലേറ്ററുടെ പ്രസൻസിൽ. കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കോട്ടെ. സോ അതിനുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കത് കൃത്യമായി വായിച്ച് നോക്കാം. ഫോട്ടോ ഒട്ടിക്കണം, ഫോട്ടോ സൈൻ ചെയ്യണം, ഇതെല്ലാം ഇൻവിജിലേറ്ററുടെ പ്രസൻസിലായിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. ആൻഡ് ഈ 2 കാര്യങ്ങൾ, നമ്മുടെ അഡ്മിറ്റ് കാർഡും നമ്മുടെ പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ ഒട്ടിച്ച പേപ്പറും നമ്മൾ എക്സാമിൻ്റെ അവസാനം ഇൻവിജിലേറ്റർക്ക് കൊടുക്കേണ്ടതാണ്. നമ്മൾക്ക് കൊണ്ടുവരാൻ അനുവാദമില്ല എന്നുള്ള കാര്യം കൂടി ഓർക്കട്ടെ. അതിനുശേഷം 2 പേജുകളിലായി ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ പേജിൽ, അതായത് 3ാമത്തെ പേജ്, ഇൻസ്ട്രക്ഷൻസിൻ്റെ ആദ്യത്തെ പേജിൽ നമ്മുടെ കോമൺ ഇൻസ്ട്രക്ഷനും ആൻഡ് 4ാമത്തെ പേജിൽ COVID-19 ബന്ധപ്പെട്ട ഇൻസ്ട്രക്ഷൻസുമാണ് കൊടുത്തിട്ടുള്ളത്. സോ എല്ലാ ഇൻസ്ട്രക്ഷനും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത് മാത്രം നമുക്ക് ഇത് ചെയ്തു പോകാം. സോ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് 10ാമത്തെ ഇൻസ്ട്രക്ഷനാണ്. 10ാമത്തെ ഇൻസ്ട്രക്ഷൻ, അതിന് മുന്നേ ഉള്ളതെല്ലാം നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ്. 10ാമത്തെ ഇൻസ്ട്രക്ഷൻ ഇതാണ്: നോ കാൻഡിഡേറ്റ് വുഡ് ബി അലൗഡ് ടു എൻ്റർ ദ എക്സാമിനേഷൻ സെൻറ്റർ വിത്തൗട്ട് അഡ്മിറ്റ് കാർഡ്, വാലിഡ് ID പ്രൂഫ് ആൻഡ് പ്രോപ്പർ ഫ്രിസ്കിങ്. 3 കാര്യങ്ങളാണുള്ളത്. സോ എല്ലാവരും മാൻഡേറ്ററി ആയിട്ട് എന്ത് കൊണ്ടുപോകണം? അഡ്മിറ്റ് കാർഡ് കൊണ്ടുപോകേണ്ടതുണ്ട്, വാലിഡ് ID പ്രൂഫ് കൊണ്ടുപോകേണ്ടതുണ്ട്, ആൻഡ് ഫ്രിസ്കിങ്ങിന്, അതായത് ദേഹപരിശോധനയ്ക്ക് വിധേയമാകേണ്ടതുണ്ട് എന്നാണ്. ഈ 3 കാര്യങ്ങൾ, അഡ്മിറ്റ് കാർഡ് നിർബന്ധമാണ്, ID പ്രൂഫ് നിർബന്ധമാണ്. ഏതെല്ലാമാണ് വാലിഡ് ആയിട്ടുള്ള ID പ്രൂഫുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായി 13ാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ കൃത്യമായി അത് കൊടുത്തിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റിൽ പറയാം കൃത്യമായിട്ട് ഈ പറയുന്ന സാധനങ്ങൾ തന്നെ നിങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇതിനകത്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ID പ്രൂഫുകളായിട്ട് ഉള്ളത്, ഒന്ന് പാൻ കാർഡാണ്, കാൻഡിഡേറ്റിൻ്റെ വിദ്യാർത്ഥിയുടെ പാൻ കാർഡ്, വിദ്യാർത്ഥിയുടെ ഡ്രൈവിംഗ് ലൈസൻസ്, വിദ്യാർത്ഥിയുടെ വോട്ടർ ID, അല്ലെങ്കിൽ 12th ക്ലാസ് ബോർഡിൻ്റെ അഡ്മിറ്റ് കാർഡ്, അതായത് നിങ്ങളുടെ 12ാം ക്ലാസ്സിലേക്ക് കയറിയ നമ്മുടെ 12th എക്സാമിൻ്റെ എന്താണ് അഡ്മിറ്റ് കാർഡ് കൊണ്ടുപോകാം, അല്ലെങ്കിൽ 12th സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകാം, പാസ്പോർട്ട് കൊണ്ടുപോകാം, ആധാർ കാർഡ് കൊണ്ടുപോകാം വിത്ത് ഫോട്ടോഗ്രാഫ് ഉള്ളതായിരിക്കണം. ഈ ആധാർ കൊണ്ടുപോകുന്നതിൽ കുഴപ്പമില്ല, റേഷൻ കാർഡ് കൊണ്ടുപോകുന്നതിൽ കുഴപ്പമില്ല, ആധാർ എൻറോൾമെൻറ്റ് നമ്പർ വിത്ത് ഫോട്ടോ, ഇത്ര കാര്യങ്ങളാണ്. ഇത്രയും കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് കൊണ്ടുപോവുക. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇതല്ലാതെ മറ്റെന്തെങ്കിലും അത് പറ്റുമോ ഇത് പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കേണ്ട. ഇതിലേതെങ്കിലും ഒന്ന് എല്ലാവർക്കും ഉണ്ടാകും, ഇതിലേതെങ്കിലും ഒന്ന് കൊണ്ടുപോകാം. ആൻഡ് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ കൊണ്ടുപോകാൻ പറ്റുന്ന സാധനങ്ങൾ, ഒന്ന് നിങ്ങൾക്ക് പാസ്പോർട്ട് ഉണ്ടെങ്കിൽ കൊണ്ടുപോകാം, അല്ലെങ്കിൽ ആധാർ കാർഡ് ഉണ്ടെങ്കിൽ കൊണ്ടുപോകാം, ഈ ആധാർ ഉണ്ടെങ്കിൽ കൊണ്ടുപോകാം. അങ്ങനത്തെ ഏതെങ്കിലും ഒന്ന് ഫിക്സ് ചെയ്യുക, അത് കൊണ്ടുപോകുക. അതാണ് നമ്മൾക്ക് കൊണ്ടുപോകേണ്ട സാധനങ്ങൾ. സോ അഡ്മിറ്റ് കാർഡിൻ്റെ 1ാമത്തെ 2ാമത്തെ പേജ് പ്രിൻ്റ് ഔട്ട് എടുത്ത് ഫില്ല് ചെയ്ത സാധനങ്ങൾ കൊണ്ടുപോവുക, ആൻഡ് ID പ്രൂഫ് കൊണ്ടുപോവുക. അതാണ്. ഇനി 11ാമത്തെ പോയിന്റ് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്.
എന്തെല്ലാം കാര്യങ്ങൾ എക്സാം ഹാളിനകത്തേക്ക് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതാണ്. സോ നോക്കാം എന്തെല്ലാം കാര്യങ്ങളാണ് കൊണ്ടുപോകാൻ കഴിയുക എന്നുള്ളത്. ABCD 4 കാര്യങ്ങളാണ്. ഒന്നാമത്തേത് പേഴ്സണൽ ട്രാൻസ്പെറൻറ്റ് വാട്ടർ ബോട്ടിൽ. നിങ്ങൾക്ക് വെള്ളം കുടിക്കാനുള്ള വെള്ളക്കുപ്പി കൊണ്ടുപോകാം, ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം, സ്റ്റിക്കർ ഉണ്ടാവാൻ പാടില്ല. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും മാൻഡേറ്ററി ആയിട്ട് എടുക്കാൻ കഴിയുന്ന കാര്യമാണ്. കാരണം എക്സാം ഹാളിനുള്ളിൽ വെള്ളം കിട്ടണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. സോ നിങ്ങളൊരു വാട്ടർ ബോട്ടിൽ കൊണ്ടുപോവുക. അടുത്ത കാര്യം B എന്ന് പറയുന്നിടത്ത് കൊടുക്കേണ്ടത് അഡീഷണൽ ഫോട്ടോഗ്രാഫ്. നമ്മൾ നിർബന്ധമായിട്ടും കൊണ്ടുപോകേണ്ട മറ്റൊരു കാര്യമാണ് അഡീഷണൽ ഫോട്ടോഗ്രാഫ്. നമ്മൾ അഡ്മിറ്റ് കാർഡിൻ്റെ ഉള്ളിൽ ഒരു ഫോട്ടോഗ്രാഫ് ഒട്ടിക്കണം. അതേപോലത്തെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് നമ്മൾ കയ്യിലും കരുതണം. പിന്നെ പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോഗ്രാഫ് ഒട്ടിച്ച് കൊണ്ടുപോകണം. സോ മൊത്തം 3 ഫോട്ടോ ആണ്. 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ, 1 അഡ്മിറ്റ് കാർഡിൽ ഒട്ടിച്ചത്, 1 കയ്യിൽ പിടിച്ചത്, 1 ഒരു പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ. ഇത്ര കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായിട്ടും കൊണ്ടുപോകേണ്ട കാര്യമാണ്. ആൻഡ് ഇവിടെ അവർ പറയുന്നുണ്ട് പേഴ്സണൽ ഹാൻഡ് സാനിറ്റൈസർ 50 മില്ലിയുടെ ഒന്ന് കൊണ്ടുപോകാം എന്ന് നമ്മൾ പറയുന്നുണ്ട്. നിർബന്ധമല്ല. കാരണം എക്സാം സെൻറ്ററിനുള്ളിൽ പല ഭാഗങ്ങളിലും സാനിറ്റൈസേഴ്സ് തരുമെന്ന് ഇവർ തന്നെ ഈ ഇൻസ്ട്രക്ഷൻ്റെ മറ്റു ഭാഗങ്ങളിൽ പറയുന്നുണ്ട്. സോ ഹാൻഡ് സാനിറ്റൈസർ വേണമെന്ന് നിർബന്ധമല്ല, നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ കൊണ്ടുപോകാം എന്ന് മാത്രം. ആൻഡ് 4ാമത്തെ കാര്യം അഡ്മിറ്റ് കാർഡാണ്. എലോങ് വിത്ത് സെൽഫ് ഡിക്ലറേഷൻ ഫോമാണ്. പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോഗ്രാഫ് അഫിക്സ്ഡ് ഓൺ ദ പേജ് ആണ്. ഈ 2 കാര്യങ്ങൾ കൊണ്ടുപോവുക. ആൻഡ് ബിഫോർ റീച്ചിങ് സെൻറ്റർ ദ കാൻഡിഡേറ്റ് മസ്റ്റ് എൻ്റർ ദ റിക്വയർഡ് ഡീറ്റെയിൽസ്. എല്ലാ സാധനങ്ങളും അതിനകത്ത് എഴുതിയിരിക്കണം എന്നാണ്. ആൻഡ് ആരെങ്കിലും ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റോ സ്ക്രൈബിനോ ഒക്കെ കൊണ്ടുപോകേണ്ട ആൾക്കാരാണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റും കൊണ്ടുപോവുക. ഇത്ര കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. സോ ഇതല്ലാത്ത മറ്റൊന്നും കൊണ്ടുപോകാൻ പാടില്ല. അത് കൊണ്ടുപോകാൻ പറ്റില്ല, ഇത് കൊണ്ടുപോകാൻ പറ്റില്ല എന്നല്ല. ഇത്ര കാര്യങ്ങൾ കൊണ്ടുപോകണം. നിർബന്ധമായി കൊണ്ടുപോകേണ്ട കാര്യങ്ങളുണ്ട്. ആൻഡ് ഓപ്ഷണലായിട്ട് കൊണ്ടുപോകാൻ നമുക്കൊരു ട്രാൻസ്പെറൻറ്റ് വാട്ടർ ബോട്ടിൽ ആൻഡ് ഒരു എന്ത് കൊണ്ടുപോകാം, ഹാൻഡ് സാനിറ്റൈസർ. ഇത്ര കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ മറ്റ് പ്രധാനപ്പെട്ട ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞാൽ റഫ് വർക്കിന് പ്രത്യേക പേപ്പർ ഉണ്ടാവില്ല എന്നുള്ള കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. അതിനുശേഷം COVID-19 രജിസ്ട്രേഷൻ കാര്യങ്ങൾ പറയുന്നുണ്ട്. സോ COVID-19 അതിൻ്റെ പ്രിക്കോഷൻ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ, സോഷ്യൽ ഡിസ്റ്റൻസിങ്, മാസ്ക്, ഹാൻഡ് സാനിറ്റൈസർ മുതലായ കാര്യങ്ങൾ തന്നെയാണ്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവർ പറയുന്നത് എക്സാം സെൻറ്ററിന് പുറത്ത് ഏതാണ് റൂം എന്നുള്ള ഇൻസ്ട്രക്ഷൻസ് ഒന്നും തന്നിട്ടുണ്ടാകില്ല എന്ന് ക്ലിയർ ആയി പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ എക്സാം സെൻറ്ററിൽ എത്തുക, എക്സാം സെൻറ്ററിൽ 6 അടി വിട്ട് സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിച്ച് മാത്രം നിൽക്കുക. നമ്മുടെ ദേഹം പരിശോധിച്ചതിന് ശേഷം നമ്മളെ ഉള്ളിലേക്ക് കയറ്റി വിടുന്നതായിരിക്കും. അപ്പോൾ അവർ നിങ്ങളെ കൃത്യമായ റൂമിൽ കൊണ്ടുപോയിരുത്തും. റൂമിൽ എത്തിക്കഴിയുമ്പോൾ ഈ എക്സാം സെൻറ്ററിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് സാനിറ്റൈസർ നിങ്ങൾക്ക് തരുന്നുണ്ടാവും. നിങ്ങൾ സാനിറ്റൈസ് ചെയ്തതിന് ശേഷം മാത്രം കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ള കാര്യങ്ങൾ കൃത്യമായി പറയുന്നുണ്ട്. സോ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ അവിടെ എത്തുന്നത് വരേക്കും നിങ്ങളുടെ മാസ്ക് ആയിരിക്കണം. എക്സാം സെൻറ്ററിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം ഒരു ഫ്രഷ് N95 മാസ്ക് നിങ്ങൾക്ക് തരുന്നുണ്ടാവും. സോ ആ N95 മാസ്ക് ആയിരിക്കും നിങ്ങൾ വെക്കേണ്ടി വരിക. ആൻഡ് വളരെ പ്രധാനപ്പെട്ട കാര്യം ഗ്ലൗസിനെ പറ്റിയിട്ട് ഈ ഇൻസ്ട്രക്ഷൻസിൽ ഒരു സ്ഥലത്ത് പോലും പറയുന്നില്ല എന്നുള്ളതാണ്. ഗ്ലൗസ് ധരിക്കണമെന്ന് പറയുന്നില്ല. പക്ഷേ സ്റ്റിൽ നിങ്ങൾ ഗ്ലൗസ് ധരിച്ച് പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ്. ഇൻ കേസ് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇൻസ്ട്രക്ഷനോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ എന്നുള്ളതാണ്. ഗ്ലൗസിനെ പറ്റി യാതൊരു ഇതുമില്ല. സോ നിങ്ങൾക്ക് OMR ഫില്ല് ചെയ്യുന്ന സമയത്ത് ഗ്ലൗസ് ഇല്ലാതെ തന്നെ ചെയ്യാവുന്നതായിരിക്കും. പക്ഷേ സ്റ്റിൽ ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഗ്ലൗസ് ധരിച്ച് പഠിക്കുന്നത് നല്ലതായിരിക്കുമെന്നാണ് നമ്മളുടെ ഒരു അഭിപ്രായം. സോ ഇത്ര കാര്യങ്ങളാണ്. ആൻഡ് എക്സാം കഴിയുന്നത് വരേക്കും അവിടെ തന്നെ ഇരിക്കുക, മാൽ പ്രാക്ടീസുകളൊന്നും ഉണ്ടാവരുത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. സോ ഇത്ര ഡീറ്റെയിൽസ് NTA നമുക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. സോ ഐ വിഷ് ഓൾ ദ ബെസ്റ്റ്. ഇത്ര കാര്യങ്ങൾ വളരെ കാര്യമായിട്ട് നോക്കുക. കൂടുതൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കുക, നമ്പർ ഉണ്ട്, കോൺടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. നമ്മൾ കൂടുതൽ വീഡിയോസ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി വരുന്നതായിരിക്കും. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ നീറ്റ്. സെപ്റ്റംബർ 12 നമ്മുടെ ദിവസമാണ്. നമ്മൾ ഇപ്പോൾ അടിച്ച് പൊളിച്ച് പഠിച്ച് ഫുൾ മാർക്ക് മേടിച്ച് നമ്മുടെ സ്വപ്നമായ മെഡിക്കൽ കോളേജിലേക്ക് എത്തുക തന്നെ ചെയ്യും.